നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശാസ്ത്രി റോഡിലെ ഒരു ഹോട്ടൽ മുറിയിൽ പ്രണയത്തിലായിരുന്ന യുവതിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുപ്പള്ളി സ്വദേശി നന്ദകുമാർ എന്ന 22 വയസ്സുകാരനും മാരിയാതുരത്ത സ്വദേശി ആസ്യ എന്ന 20 വയസ്സുകാരിയുമാണ് വെള്ളിയാഴ്ച ഹോട്ടൽ മുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. തങ്ങളുടെ പ്രണയബന്ധത്തിന് വീട്ടുകാർ എതിര് നിന്നതിനെ തുടർന്ന് ഒന്നിച്ചു ജീവിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പായതോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് മുറിയിൽ നിന്നും കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഇരുവരും ഹോട്ടലിൽ മുറിയെടുത്തത്. പ്രണയത്തിലായിരുന്ന ആസിയയും നന്ദകുമാറും വിവാഹം കഴിച്ച് ഒന്നിച്ചു ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഇരു വീട്ടുകാരും കർശനമായി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇവർ ഈ കടുംകൈ ചെയ്തതെന്ന് വെസ്റ്റ് പോലീസ് അറിയിക്കുന്നു. ഒന്നിച്ച് ജീവിക്കണമെന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് പറഞ്ഞ് ഇരുവരും മുൻപും വീട് വിട്ട് പോയിരുന്നു. അന്ന് വീട്ടുകാർ ഇവരെ കണ്ടെത്തുകയും വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാതിരുന്ന നന്ദകുമാറും ആസിയയും വ്യാഴാഴ്ച വീണ്ടും കണ്ടുമുട്ടുകയും പിന്നീട് ഹോട്ടലിൽ മുറിയെടുക്കുകയുമായിരുന്നു. വ്യാഴാഴ്ച ആസിയയെ കാണാനില്ല എന്ന് കാട്ടി കുടുംബം ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയിരുന്നു. രാത്രി 9:15 ഹോട്ടൽ മുറി തുറക്കാതിരുന്നതിനെ തുടർന്ന് ജീവനക്കാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് SHO MJ അരുണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി മുറി തുറന്നപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഇരുവരും വിവാഹം കഴിക്കണമെന്ന ഉറച്ച തീരുമാനവുമായി വീട് വിട്ട് ഇറങ്ങിയതും ഹോട്ടലിൽ മുറിയെടുത്തതും. ആസിയയെ കാണാനില്ലെന്ന് കാട്ടി വ്യാഴാഴ്ച തന്നെ കുടുംബം ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയിരുന്നു. നേരത്തെയും ഇരുവരും ഒന്നിച്ച് ജീവിക്കാനായി വീട് വിട്ട് പോയിരുന്നുവെങ്കിലും വീട്ടുകാർ ഇടപെട്ട് ഇവരെ കണ്ടെത്തി തിരികെ കൊണ്ടുവരികയായിരുന്നു. എന്നാൽ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷവും ബന്ധം തുടർന്നതിനെ ചൊല്ലി ഇവർക്ക് കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നതാണ് വെസ്റ്റ് പോലീസ് പറയുന്നത്. ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഇരു വീട്ടുകാരും കർശനമായി ആവശ്യപ്പെട്ടതോടെയാണ് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന നിഗമനത്തിൽ ഇവർ എത്തിയത്. മരണം വരെയും മരണശേഷവും ഒന്നായിരിക്കണം എന്ന വികാരമാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്. വ്യാഴാഴ്ച രാത്രി മുതൽ മുറിയിൽ തങ്ങിയ ഇവർ വെള്ളിയാഴ്ച വൈകുന്നേരമായിട്ടും പുറത്തിറങ്ങാതിരുന്നതിനെ തുടർന്ന് വാതിൽ തട്ടിയിട്ട് പ്രതികരണമില്ലാതിരുന്നതും ഹോട്ടൽ ജീവനക്കാരിൽ സംശയമുണർത്തി. തുടർന്ന് രാത്രി 9:30 ജീവനക്കാർ പോലീസിനെ വിവരം അറിയിച്ചു. വെസ്റ്റ് SHO MJ അരുണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി മുറി തുറന്നപ്പോഴാണ് ആസിയയും നന്ദകുമാറിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്.